അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 10ാമത്തെ പാഠം അദ്ദർസുൽ ആഷിർ സബഉൻ വഇശ്റൂന ദറജ 27 ഇരട്ടി. എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെട്ട് മസ്ജിദിൽ വരുന്നത്? ഉപ്പാപ്പയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ നഈം ചോദിച്ചു. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫയാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാ ജമാഅത്തിനും പങ്കെടുക്കാൻ കഴിയുന്നത് മുഅ്മിനിൻ്റെ വലിയ ഭാഗ്യമാണ്. ആദ്യ സ്വഫിൽ നിൽക്കുക, അതുതന്നെ ഇമാമിൻ്റെ നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉപ്പാപ്പ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യ സ്വഫിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലം അറിയുകയാണെങ്കിൽ അവർ അതിനു വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളും അദബുകളും പാലിക്കുകയാണെങ്കിൽ ഈ പ്രതിഫലങ്ങൾ നമുക്കും ലഭിക്കും. ഉപ്പാപ്പ പറഞ്ഞു. നഈം, ഏതൊക്കെയാണ് ജമാഅത്തിൻ്റെ ഷർത്തുകൾ? ഉപ്പാപ്പ, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നുവെന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യുക, ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കുക, റുക്കൂഅ് സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കുക, ഖിബ്ലക്കു പിന്നിടാതെ ഇമാമിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയുക മുതലായവ ജമാഅത്തിൻ്റെ പ്രധാന ഷർത്തുകളാണ്. ധൃതിയിലല്ലാതെ നടന്നു പോവുക, ഇഖാമത്തിനു വേണ്ടി എഴുന്നേൽക്കുക, ഇഖാമത്തിനു ശേഷം എഴുന്നേൽക്കുക, സ്വഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലമില്ലാതിരിക്കുക, ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക, പിന്നീട് എത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക, ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സ്വഫായി ഇറങ്ങി നിൽക്കുക. ഇവയെല്ലാം ജമാഅത്തിൻ്റെ സുന്നത്തുകളും അദബുകളുമാണ്. ഉപ്പാപ്പയും നഈമും മസ്ജിദിലെത്തി. സൊവ്വു സുഫൂഫക്കും, സ്വഫുകൾ ശരിപ്പെടുത്തി നിൽക്കുക. ഇഖാമത്തിനു ശേഷം ഇമാം നിർദ്ദേശിച്ചു. എല്ലാവരും തോളോട് തോൾ ചേർന്നു നിന്നു. നിസ്കാരശേഷം എല്ലാവരും ദിക്റുകൾ ചൊല്ലി. ഇമാം ദുആ ചെയ്തു. മഅ്മൂമുകൾ ആമീൻ പറഞ്ഞു. ഫഅലൈക്കും ബിൽ ജമാഅ, ജമാഅത്തിനെ നിങ്ങൾ കൈവെടിയരുത്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് കാണാം. അദ്ദർസുൽ ആഷിർ സബഉൻ വഇശ്റൂന ദറജ. നംലവുൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ ഡാഷ്ക്ക് ഫർള് കിഫയാണ്, പുരുഷന്മാർക്ക്. 2. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തിന് ഡാഷ് ഇരട്ടി പ്രതിഫലമുണ്ട്, 27. 3. ഇമാമിൻ്റെ കൂടെ ഡാഷ് ദിവസം തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവുമുണ്ട്, 40. ഉത്തരം. 4. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഡാഷ് അദബുകളും പാലിക്കണം, ഷർത്തുകളും അദബുകളും. 5. ജമാഅത്തിന് പങ്കെടുക്കുന്നവർ ഡാഷിനു ശേഷം എഴുന്നേൽക്കണം, ഇഖാമത്തിനു ശേഷം. 6. ജമാഅത്തിൽ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അദ്ദേഹം ഇമാമിൻ്റെ ഡാഷ് ഭാഗത്ത് നിൽക്കണം, വലത്. ഇനി 7. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് ഡാഷ് നിയ്യത്ത് ചെയ്യണം, മഅ്മൂം. ഇനി നുജീബ്, ഉത്തരം എഴുതുക. 1. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നുവെന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യുക, ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കുക, റുക്കൂഅ് സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കുക, ഖിബ്ലക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയുക. ഇനി ജമാഅത്തിൻ്റെ അദബുകൾ എഴുതുക. ഉത്തരം.
ധൃതിയിലല്ലാതെ നടന്നു പോവുക, ഇഖാമത്തിനു ശേഷം എഴുന്നേൽക്കുക, സൊഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സൊഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലം ഇല്ലാതിരിക്കുക, ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക, പിന്നീട് എത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക, ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സഫായി ഇറങ്ങി നിൽക്കുക. ഇവയെല്ലാം ജമാഅത്തിൻ്റെ സുന്നത്തുകളും അദബുകളുമാണ്. ഇനി അവിടെ നക്തുബ് എഴുതുക. ബറാഅത്തും മിനന്നാർ, ഷുറൂത്തുൽ ജമാഅത്തി, ആദാബുൽ ജമാഅത്തി, അൽ ഇമാമു വൽ മഅ്മൂം, തക്ബീറത്തുൽ ഇഹ്റാം, ഫർളു കിഫായ, അർ റുകൂഉ വസ്സുജൂദു, അൽ അദാനു വൽ ഇഖാമത്തു, സവ്വു സുഫൂഫക്കും. ഇതൊക്കെ അതേപോലെ തന്നെ എഴുതി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.